11 ജില്ലകളിലാണ് വേക്കൻസി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി വരിക. ക്വാളിഫിക്കേഷൻ അതായത് BSc ഉള്ളവർക്കും MSc ഉള്ളവർക്കും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാം. ഇൻഡെപ്ത് തിയറി ക്ലാസ്സുകൾ ഉണ്ടാകും. ഓരോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നുള്ള PPT നോട്ട്സ് ഉണ്ടാകും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജുസ് അക്കാഡമി. സോ നമ്മൾ ഈ കാണുന്ന പോലെ പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടെ PSC വിളിച്ചിരിക്കുകയാണ് ഇപ്രാവശ്യം. അതായത് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെ നേഴ്സ് ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം കേട്ടോ. അതായത് ഏജ്, ക്വാളിഫിക്കേഷൻ, സാലറി, വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സോ ഇവിടെ വിളിച്ചിരിക്കുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് വൈസ് ആണ് വിളിച്ചിരിക്കുന്നത്. ഏകദേശം 11 ജില്ലകൾ കേട്ടോ, 11 ജില്ലകളിലാണ് വേക്കൻസി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കാറ്റഗറി കോഡ് നോക്കിയാൽ 772/2025 ആണ്. ഗസറ്റ് ഡേറ്റ് 31/12/2025 ആണ്. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ എന്ന് പറയുന്നത് 2026 ഫെബ്രുവരി 4-ാം തീയതിയാണ് കേട്ടോ. അപ്പൊ അതിനു മുന്നേ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവർക്കും ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാം. നോക്കിയാൽ ഡിപ്പാർട്ട്മെന്റ് ഹോമിയോപ്പതി ആണ്. പോസ്റ്റിന്റെ നെയിം വരുന്നത് നേഴ്സ് ഗ്രേഡ് 2 ആണ്. പേ സ്കെയില് 27,900 to 63,700 കേട്ടോ. 27,900 മുതൽ 63,700 വരെയാണ് നമ്മുടെ പേ സ്കെയിൽ വരുന്നത്. ഏകദേശം 32,000 രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇൻ ഹാൻഡ് കിട്ടുന്ന ഒരു പോസ്റ്റാണ് കേട്ടോ. നോക്കിക്കേ, ഇവിടുത്തെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഏജ് ലിമിറ്റ് 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി വരിക. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് പറയുകയാണെങ്കിൽ 1989 ജനുവരി 2-ന് ശേഷം 2007 ജനുവരി 1-ന് ഉള്ളിൽ ജനിച്ചവർക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അതുകൂടാതെ തന്നെ OBC കാറ്റഗറിയിലുള്ളവർക്ക് 3 വർഷത്തിന്റെ റിലാക്സേഷൻ, അതായത് 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതുകൂടാതെ SC ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഇവിടെ ഉണ്ട്. കൂടാതെ ക്വാളിഫിക്കേഷൻ പറയുന്നത് നോക്കിയ പാസ് ഇൻ SSLC പാസ്സായിരിക്കണം. അതുകൂടാതെ GNM അല്ലെ, ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറി, അത് അല്ല എങ്കിൽ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, അതായത് BSc ഉള്ളവർക്കും MSc ഉള്ളവർക്കും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. അപ്പൊ പാസ് ഇൻ SSLC, നെക്സ്റ്റ് GNM അല്ലെങ്കിൽ ഇക്വലന്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുകൂടാതെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമ്മൾ സർവീസിൽ പ്രവേശിച്ചതിന് ശേഷം കേട്ടോ, ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ സർവീസിന് പ്രവേശിച്ചതിന് ശേഷം പ്രൊബേഷൻ പീരീഡിൽ നമുക്കൊരു 3 മാസത്തെ ട്രെയിനിങ് ഈ ഹോമിയോപ്പതി ഹോസ്പിറ്റൽസിന്റെ ഫാർമസിയിൽ അത് ഓൺ ജോബ് ട്രെയിനിങ് ആയിട്ടാണ് അവർ കണ്ടക്ട് ചെയ്യുക. അപ്പൊ അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അത് ജോലി കിട്ടിയതിന് ശേഷം ആണ് നമ്മൾ പ്രൊബേഷൻ പീരീഡിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുക. അപ്പം വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ഒരു എക്സാമിനേഷൻ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നന്നായിട്ട് പഠിക്കുക അല്ലെ. സോ എജുസ് അക്കാഡമിയിൽ ഇതിന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അല്ലെ. ഇൻഡെപ്ത് തിയറി ക്ലാസ്സുകൾ ഉണ്ടാകും. ഓരോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നുള്ള PPT നോട്ട്സ് ഉണ്ടാകും. ഓരോ ക്ലാസ്സിന് ശേഷവും അതിൽ നിന്ന് MCQs ഉണ്ടാകും അല്ലെ. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനുമായിട്ടുള്ള MCQs ഉണ്ടാകും, ഷോർട്ട്സ് ഉണ്ടാകും. പിന്നെ എക്സാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതുകൂടാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ നമ്മൾ ഹോമിയോപ്പതിയുടെ നഴ്സ് ഗ്രേഡ് 2 എന്ന പോസ്റ്റിലേക്കുള്ള പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അഡ്മിഷൻ എടുത്ത് സീരിയസ് ആയിട്ട് പഠിക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഡയറക്ഷൻ കറക്റ്റ് പ്രോപ്പർ സ്ഥലത്ത് എത്തുമ്പോഴേ നമുക്കത് കിട്ടുള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം എവിടെയാണ്. വളരെ സപ്പോർട്ടീവ് ആണ്. മെറ്റീരിയൽസും ക്ലാസ്സസും എല്ലാം എക്സലന്റ് ആണ്. എങ്ങനെ എക്സാം എഴുതണം, ഏത് രീതിയിൽ അറ്റൻഡ് ചെയ്യണം എന്ന ഈച്ച് ആൻഡ് എവറി പോയിന്റ് സാറ് പറയും. മാരത്തോൺ ക്ലാസ് സൂപ്പറാണ്. അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. ഞാൻ കൂടുതലും റെക്കോർഡഡ് ക്ലാസ്സസ് നല്ല ഡീപ്പ് ക്ലാസ്സസ് ആണ്. സാറി പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ പോയിന്റ്, ആ ഷുവർ സോഴ്സ് മാത്രം വായിച്ചാൽ മതിയായിരിക്കും. അത് മതി. ക്ലാസ് നോട്ട്സും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും. അധികം എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനും അപ്പിയർ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലേക്ക് ആ ക്ലാസ് കണ്ട സമയവും ഒക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരും. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ് ആയിട്ട് എടുത്ത് പറഞ്ഞു.